ഹലോ മക്കളെ, അഖിൽനാമസ് ആണ്. എല്ലാവരും തമ്പ് കണ്ട് കയറി വന്നതായിരിക്കും അല്ലേ? അതെ, നമ്മുടെ ഓണപരീക്ഷയ്ക്ക് എക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഉറപ്പായും കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. മറ്റൊന്നുമല്ല, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നമുക്കറിയാം, ആ ഒരു ചാപ്റ്ററിൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും. അപ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. 3 ഫീച്ചേഴ്സാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിനുള്ളത്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ ഒരു ഗ്രാഫ് കാണുന്നുണ്ട്. അതിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഈ രീതിയിൽ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇൻഡിഫറൻസ് കർവ്. അതായത് ഇതിൻ്റെ ഷേപ്പ് കോൺവെക്സ് ആണ്. കാരണം എന്താണ്? അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിന് ഇങ്ങനെ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫായി മാറിയത്? ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാംഗോന് പകരമായിട്ട് ബനാന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെയിം ഇൻഡിഫറൻസ് കർവിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കുറച്ച് അധികം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ കൺസംഷൻ നമ്മൾ കുറച്ച് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷേപ്പ് വരുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഏറ്റവും മുകളിലിരിക്കുന്ന ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ 3 ഇൻഡിഫറൻസ് കർവുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ എ എന്ന ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ 10 മാംഗോയും 1 ബനാനയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ബി എന്ന ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ 10 മാംഗോയും 2 ബനാനയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സി എന്ന ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ 10 മാംഗോയും 3 ബനാനയുമാണ് ചൂസ് ചെയ്യുന്നത്. ഇതിൽ മാംഗോയുടെ ക്വാണ്ടിറ്റിയിൽ ഒരു മാറ്റവും ഇല്ല, 10 തന്നെയാണ്. പക്ഷെ ബനാനയുടെ ക്വാണ്ടിറ്റി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ബണ്ടിൽ 10 മാംഗോയും 3 ബനാനയും വരുന്ന സി എന്ന ബണ്ടിലായിരിക്കും. ആ സി എന്ന ബണ്ടിലുള്ളത് ഏറ്റവും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എന്ന് പറയുന്നത്. മൂന്നാമത്തെയും അവസാനത്തെയും പോയിന്റ് ആണ് 2 ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതായത് 2 ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്നാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2 ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ IC1ലേക്ക് നോക്കുകയാണെങ്കിൽ എ എന്ന ബണ്ടിലും ബി എന്ന ബണ്ടിലും IC1ലുള്ളത് നമുക്കറിയാം. ഒരു ഇൻഡിഫറൻസ് കർവിലെ എല്ലാ ബണ്ടിലുകളും നമുക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ബണ്ടിലുകളായിരിക്കും. അപ്പം എയും ബിയും ഒരു ഇൻഡിഫറൻസ് കർവിലായതുകൊണ്ട് എ ഈക്വൽ ടു ബി ആണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ IC2ലേക്ക് നോക്കുകയാണെങ്കിൽ എയും സിയും IC2ലാണുള്ളത്. അപ്പോൾ നമുക്ക് പറയാം എ ഈക്വൽ ടു സി ആണെന്നുള്ളത്. എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ഈക്വൽ ടു സി ആണെങ്കിൽ ബി ഈക്വൽ ടു സി ആവണമല്ലോ. പക്ഷേ ബിയും സിയും ഇരിക്കുന്നത് ഒരു ഇൻഡിഫറൻസ് കർവിലുമല്ല. ബിയും സിയും ഈക്വൽ ആകണം, പക്ഷേ ബിയും സിയും ഉള്ളത് ഒരു ഇൻഡിഫറൻസ് കർവിലല്ല. അതുകൊണ്ടാണ് പറയുന്നത് 2 ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടില്ല, അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ 3 ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഫസ്റ്റ് പോയിന്റ് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. സെക്കൻഡ് പോയിന്റ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. തേർഡ് പോയിന്റ് 2 ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. എല്ലാ എക്സാമിനും ഇനിയിപ്പോൾ നിങ്ങളുടെ വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് ഉറപ്പായും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.